കോഴിക്കോട്ടെ നരിക്കുനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹൈസ്കൂൾ വിഭാഗം പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റിയില്ല. ചോദ്യം ചെയ്തവരെ ബസ് ജീവനക്കാർ മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. ഹോംഗാർഡ് ഇടപെട്ടപ്പോൾ തനിക്ക് ഈ കേസൊന്നും പേടിയില്ല എന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി എന്നാണ് കുട്ടികൾ പറയുന്നത്. കോഴിക്കോട് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് പോകാനിരിക്കവേ ബസ്സിൽ കയറ്റിയില്ല എന്നാണ് പരാതി. നരിക്കുനി സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറ്റാത്തത് കുട്ടികൾ ചോദ്യം ചെയ്തപ്പോൾ ഈ ഡ്രൈവർമാരടക്കമുള്ള ആളുകൾ വന്ന് കുട്ടികളുടെ കഴുത്തിന് പിടിക്കുകയും മറ്റും ചെയ്തു എന്നും പരാതിയുണ്ട്. കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ നമുക്കൊപ്പം ഉണ്ട്. എന്താ സംഭവിച്ചത്? ഇന്ന് ഞങ്ങൾ സാധാ പോലെ ബസ് കയറാൻ പോയിരുന്നു. സാധാരണ ബസ് കയറുമ്പോൾ ഒക്കെ എല്ലായിടത്തും അങ്ങനെ തന്നെ ഇച്ചിരി ആളെ കയറ്റുമല്ലോ, ബസ് എടുക്കുമ്പോൾ കയറ്റുക. അപ്പോൾ ഇന്ന് കുറേ സ്ഥലം ഉണ്ടായിരുന്നു, പരീക്ഷ അല്ലേ, അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കയറണം. കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കോൺസ്റ്റബിൾ സാറ് പറഞ്ഞ് കുറേ വട്ടം പറഞ്ഞ്, അപ്പോൾ ഒന്നും പോലും കേട്ടില്ല. കുറച്ചാൾ കൂടി കയറിക്കൂടെ അതിൽ ഞങ്ങൾ സാറ് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞ് ഞങ്ങൾ നിർത്തിച്ച് കയറിക്കോളി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താക്കി, ബാക്ക് പോയി തട്ടി ഡോറും തുറന്നു. അപ്പോൾ ഡ്രൈവർ അതിലെ ചാടി വന്ന് ഇറങ്ങിയിട്ട് വനെ പിടിച്ച് തള്ളി. എൻ്റെ കത്ത് പിടിച്ച് ഇന്നൊരു ചവിട്ടി ഇവിടെ. ഞാൻ പറഞ്ഞ് കേസ് കൊടുത്താലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ കുറേ കേസൊക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ ആളല്ല ഡ്രൈവർ ബസ്സിൻ്റെ. അതെ, പിന്നിലെ ഒരു പണി കൊടുക്കാൻ കുറേ ഒരുപാട് യാത്രക്കാർ അവിടെ വളരെ സമയം ബുദ്ധിമുട്ടായി ഇങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത്. പിന്നെ അതിൽപ്പെട്ട ഒരാൾ തന്നെ ഈ കയ്യിലുള്ള റിങ് ഉരുങ്ങാൻ വരെ ഇടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ചെക്കന്മാരോട് എനിക്ക് 6 കേസുകളാണ്, എനിക്ക് അതൊന്നും പ്രശ്നമില്ല, ഇന്ന മുതൽ ഞങ്ങളതൊക്കെ മുതലാളിമാർ നോക്കിക്കോളും, ഞങ്ങൾ റൂട്ട് കട്ട് ചെയ്യാണ്. ഇവരെ ആളുകൾ പേടിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ റൂട്ട് കട്ട് ചെയ്യും, ആ പൈസ മൊത്തം നിങ്ങളെ പേരൻസ് തരേണ്ടി വരും, കേസ് നിങ്ങളെ പേരിലയക്കും, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും. ഞങ്ങൾക്ക് ആ റൂട്ടുകളിലൊന്നും ബസ് പോകാൻ പറ്റായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ പുതുതായിട്ട് ഇവിടെയുള്ള ബസ് കയറിയതാണ് ഈ ബസ്സിന്റെ പേര് കിനാവ്. നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തോ? പിന്നീട് ഞങ്ങളോട് ലിസ്റ്റൊക്കെ പേരൻസിന്റെ പേരും സ്ഥലവും നമ്പറും എഴുതി എടുത്തിരിക്കുന്നത്. ഹോംഗാർഡ് വന്നപ്പോൾ തന്നെ കൊടുവള്ളി സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല ഹോംഗാർഡ് ഇനി സാക്ഷിയാണ് ഈ കുട്ടികളോട് ഇങ്ങനെ ചെയ്തത് അവർ കണ്ടിട്ടുണ്ട്. സ്കൂൾ ബസ് അവിടേക്ക് പറഞ്ഞു വെച്ചു. ഇവർ മിന്നൽ പണി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബസ് നിറയെ ഏകദേശം ഒരു 100ഓളം കുട്ടികൾ അവിടെ ഉണ്ടായിട്ട് 60-70ഓളം കുട്ടികൾ ആ ബസ്സിൽ ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ബാക്കി കുട്ടികളെ ഞങ്ങൾ കുറച്ച് ആളുകളെ പ്രൈവറ്റ് വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നാക്കി. എന്നിട്ട് ഇവരെ 1 മണിക്കൂറോളം ഇവരെ എക്സാമിന്, ക്രിസ്മസ് എക്സാം ആണല്ലോ നടക്കുന്നത്, അറിയാലോ, അതിന് ലേറ്റ് ആയിട്ടാണ് ഇവർ ഇവിടെ കയറുന്നത്. ട്രാഫിക് പോലീസിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ നമ്മൾ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴും അവർ പറയുന്നത് കുട്ടികളല്ല, കൃത്യമായി ബസ് ജീവനക്കാരുടെ ഇടയിലാണ് പ്രശ്നം ഉണ്ടായതെന്നാണ്. ഏതായാലും കിനാവ് ബസിന്റെ അധികൃതരുമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കുട്ടികൾ അല്പസമയത്തിനകം തന്നെ പോലീസിൽ പരാതി നൽകുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്. ഇനിയും നല്ല കാഴ്ചകളിലേക്കാണ് പോകുന്നത്.